Hi everyone, welcome to Center C Electrical. ഇന്ന് നമ്മൾ KCB സബ് എഞ്ചിനീയർ ഈ കഴിഞ്ഞ 10th ഫെബ്രുവരിയിൽ നടന്ന KCB സബ് എഞ്ചിനീയർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ രൂപമൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നു, നിങ്ങൾ എഴുതിയവരാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് മനസ്സിലായി കാണും, നമുക്ക് ഏകദേശം നമുക്ക് തന്നിട്ടുള്ള ആ സിലബസിനകത്തുള്ള എല്ലാ പോയിന്റ്സിൽ നിന്നും എന്ത് ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 6 മോഡ്യൂളാണ് ഉണ്ടായിരുന്നത്. ആ 6 മോഡ്യൂളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മോഡ്യൂൾ വൈസ് അല്ല, ഞാനിവിടെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ഒരു സെപ്പറേഷനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസിക് ഇലക്ട്രിക്കൽ ഇൻക്ലൂഡിങ് ഇലക്ട്രോമാഗ്നറ്റിക്സ് ആൻഡ് സർക്യൂട്ട്സ്, നമ്മൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിനകത്ത് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 17 ക്വസ്റ്റ്യൻസോളം, അതായത് മാക്സിമം ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇലക്ട്രിക്കൽ മെഷീൻസിൽ നിന്നാണ് പിന്നെ ഒരു 17 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതിനുശേഷം പവർ സിസ്റ്റത്തിലും ചോദിച്ചിട്ടുണ്ട് 15 ക്വസ്റ്റ്യൻസ്. അനലോഗ് ഇലക്ട്രോണിക്സിൽ നിന്നാണ് പിന്നെ ഒരു 13 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മെഷർമെൻറ്റ്സ് 11 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ പവർ ഇലക്ട്രോണിക്സ് 8 ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി വന്നതെല്ലാം നമ്മുടെ മിസ്ലേനിയസ് ആയിട്ട് വരുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസ്സർ, കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻസ്, ഇതിൽ നിന്നെല്ലാം 4 ക്വസ്റ്റ്യൻ വീതവും ഇല്ലുമിനേഷൻ സബ്ജക്റ്റിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വീതമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യനും 100 ക്വസ്റ്റ്യൻസും എളുപ്പമായിരുന്നു. പക്ഷേ ഈ എളുപ്പമാകുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും അതിനകത്തുണ്ടായിരുന്നു. ഒരുപാട് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വരുന്നുള്ളതുകൊണ്ട് നമുക്ക് സബ് എഞ്ചിനീയറിന് ഇത്ര കട്ട് ഓഫ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഏകദേശം എല്ലാവരും എങ്ങനെയാണ് റേഞ്ച് എങ്ങനെയാണെന്നൊക്കെ നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം നമുക്ക് എന്തായാലും ഒരു എക്സാക്റ്റ് രൂപം നമുക്ക് ഇത്ര കട്ട് ഓഫ് വരും എന്ന് നമുക്ക് പറയാറായിട്ടില്ല. ഓക്കെ, എനിവേ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് തന്നെ പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇത് കോഡ് എ ആണ്, എ കോഡാണ് പേപ്പർ വന്നിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നോക്കുകയാണെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ എന്തൊക്കെയാണ് ട്രൂ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമുക്ക് ആദ്യമേ എടുത്തെഴുതാം. എന്താണ്? ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ് എന്ന് നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ആറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആരൊക്കെയാണ്? ആർ പ്രപ്പോർഷണൽ ടു ലെങ്ത് ആണ്, പ്രപ്പോർഷണൽ ടു റോ ആണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/a അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/a അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ആ സെന്റൻസ് നോക്കാം. റെസിസ്റ്റൻസ് വേരീസ് ഡയറക്ട്ലി ആസ് ഇറ്റ്സ് ക്രോസ് സെക്ഷൻ ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അങ്ങനെയാണോ? അല്ല, 1/a ആണ്, ഇൻവേഴ്സ്ലി ആണ്. അപ്പോൾ ഈ ആദ്യമേ തന്നെ ഫസ്റ്റ് അല്ല എന്ന് നമുക്ക് പറയാം. അടുത്ത, റെസിസ്റ്റൻസ് വേരീസ് ഇൻവേഴ്സ്ലി ആസ് ദ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ ലെങ്ത് എന്താണോ അതിന് വേരീസ് ഇൻവേഴ്സ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാലേ അറിയാം ഡയറക്ട്ലി ആണ്, സോ അതും അല്ല. റെസിസ്റ്റൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. റോ റെസിസ്റ്റിവിറ്റി ആണ്, റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ, അല്ലെങ്കിൽ മെറ്റീരിയൽ എന്താണോ അതിനനുസരിച്ച് റോ ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും തേർഡ് ഓപ്ഷനും അല്ല. ഇനി നാലാമത്തെ ഓപ്ഷൻ, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. നമുക്കറിയാം ഒരു മെറ്റീരിയലിന് എക്സ്പാൻഷൻ ഉണ്ടാവാം, അതിൻ്റെ വോളിയം, ലെങ്ത്, ഏരിയ, ഇതിനെല്ലാം ചേഞ്ച് ഉണ്ടാവുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയും കൂടെ ഉണ്ടെങ്കിലാണ്. അപ്പോൾ നമുക്ക് ഈ ഫോർത്ത് ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് ആ ABCD ഓപ്ഷനിൽ എന്താണെന്ന് നോക്കാം. എ ഓപ്ഷനിൽ ബോത്ത് 1 and 4, ഫസ്റ്റ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും അല്ല, 2 and 3 അല്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പെട്ടെന്ന് മനസ്സിലാക്കാം? ഓപ്ഷൻ ഡി, ഫോർത്ത് ആണ് നമ്മുടെ ആൻസർ. ഓൺലി 4 ഓൺലി, ഏതാണ് നമ്മുടെ ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് is not a good conductor of electricity. ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് അതിനകത്ത് ഉണ്ടാവണം ഗുഡ് കണ്ടക്ടർ ആവണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് ആസിഡ്, സീ വാട്ടർ, പ്യുവർ മിനറൽ ഓയിൽ, ഗോൾഡ്, ഇത് നമുക്കറിയാം 4 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ആസിഡ് എടുക്കുകയാണെങ്കിൽ, ആസിഡ് നമ്മൾ അക്വസ് സൊല്യൂഷനിലോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആസിഡ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. കാരണം അതിനകത്ത് അയോൺസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അയോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താവും? സ്പ്ലിറ്റപ്പ് ഉണ്ടാകുമ്പോൾ അയോണിക് സൊല്യൂഷൻ ഉണ്ടാവും. അയോണിക് സൊല്യൂഷൻ ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി സീ വാട്ടർ ആണെങ്കിൽ പ്യുവർ വാട്ടറിനേക്കാളും നന്നായിട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത് സീ വാട്ടർ ആണ്. കാരണം അതിനകത്ത് സോൾട്ട് കണ്ടന്റ് ഉണ്ട്, ക്ലോറിൻ അയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സീ വാട്ടർ ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി.
ഗോൾഡ് എന്ന് പറയുന്നതും നമുക്കറിയാം, ഗോൾഡ് ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് ലൈറ്റ്നിങ് ഉണ്ടാകുന്ന സമയത്തൊന്നും പുറത്തിറങ്ങി നിൽക്കാൻ പാടില്ല എന്ന് പറയും. ബിക്കോസ് ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സോ ഗോൾഡിൽ നമുക്ക് പറ്റില്ല. സോ ദ ആൻസർ ഈസ് പ്യുവർ മിനറൽ ഓയിൽ. പ്യുവർ മിനറൽ ഓയിൽ ആണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ്. ഇത് നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമ്മൾ പഠിക്കും മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടിനെയും ഒരു ടേബിൾ വൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ സെൻറ്റർസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലും മാഗ്നറ്റിക് സർക്യൂട്ടിലും എന്തൊക്കെയാണ് കമ്പാരിസൺ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു, മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഫ്ലക്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് സർക്യൂട്ടിലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കറണ്ട്. അതേപോലെ MMFന് ഇക്വലൻ്റ് ആണ് EMF, റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആണ് റിലക്റ്റൻസ്. അങ്ങനെ നമ്മൾ പറഞ്ഞു പോയി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നതിന് എന്തിന് ഇക്വലൻ്റ് വരുന്നതാണ്? റെസിസ്റ്റിവിറ്റിക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ സീമെൻസ് പെർ മീറ്റർ ആണ്. ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സീമെൻസ് പെർ മീറ്റർ അല്ലെങ്കിൽ മോ എന്ന് നമ്മൾ എടുക്കുന്നതാണ് അല്ലേ? കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. സോ സീമെൻസ് പെർ മീറ്റർ ആണ് നമ്മുടെ ആൻസർ. Next question. Two wires A and B have the same cross section and are made of the same material. Resistance of A is 600 ohms and resistance of B is 200 ohms. The number of times of A is longer than B is. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ റെസിസ്റ്റൻസ് ഓഫ് RA തന്നിട്ടുണ്ട്. നമുക്ക് RA എന്ന് എടുക്കാം. RA is 600 ohms. RB is 200 ohms. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് സെയിം ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് എയുടെ ആണെങ്കിലും ബിയുടെ ആണെങ്കിലും A തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സെയിം ആണ്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ഓഫ് ദ സെയിം മെറ്റീരിയൽ. സെയിം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, റോ എന്ന് പറയുന്നത് മെറ്റീരിയൽ ആണ്. സോ റോ A ഈക്വൽ ടു റോ B ഈസ് ഈക്വൽ ടു റോ എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുകയാണ്. RA ബൈ RB എന്ന് പറയുന്നത് റോ LA ബൈ A ഇൻറ്റു A ബൈ റോ LB. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ, നമ്മളിങ്ങനെ എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ A ക്യാൻസലായി പോയി, റോ ക്യാൻസലായി പോയി. നമുക്ക് എഴുതാം LA ബൈ LB. ഇത് വളരെ ബേസിക് ആയിട്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ RA ബൈ RB ഇസ് ഈക്വൽ ടു LA ബൈ LB. അതിൽ RA എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 600 ohms ആണ്. RB എന്ന് പറയുന്നത് 200 ohms ആണ്. സോ നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു 3. സോ LA ഈക്വൽ ടു 3 ടൈംസ് LB ആണ്. അതായത് ലെങ്ത് ഓഫ് B കണ്ടക്ടറിൻ്റെ 3 മടങ്ങാണ് A കണ്ടക്ടർ. സോ നമുക്ക് അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ദ നമ്പർ ഓഫ് ടൈംസ് ഓഫ് A ഈസ് ലോങ്ങർ ദാൻ B എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിനേക്കാളും എത്രത്തോളം ലോങ്ങർ ആണ് A എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 3 ടൈംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If two identical 4 ampere 2 ohm Norton equivalent circuits are connected in parallel with like polarity to like, the combined Norton equivalent circuit is. അപ്പോൾ ഇവിടെയും നമുക്ക് ഒന്ന് വരച്ച് നോക്കാം ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെയാണെന്നുള്ളത്. നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് പറഞ്ഞിരിക്കുന്നത് 4 ആംപിയർ ആണ്, 2 ohms ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ രണ്ട് നോർട്ടൺ, ഇതേ സെയിം നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്. അത് രണ്ടും പാരലായിട്ട് വെച്ചിരിക്കുകയാണ്. സോ നമുക്ക് പറയാം ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് പറയാം. നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. ഇത് 2 ohm ആണ്, ഇത് 4 ohm. ഇവിടെ 2 ohm, 4 ആംപിയർ 2 ohm. ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലൈക്ക് പൊളാരിറ്റി ടു ലൈക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കണം അടുത്ത അമ്മീറ്ററും ആംപിയർ സോഴ്സും ഇരിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് വരിക? ഡയറക്റ്റ് നമുക്ക് പറയാം, ഈ 2 ആംപിയറും കൂടെ ആഡ് ചെയ്തായിരിക്കും വരുന്നത് 8 ആംപിയർ ആണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 2 റെസിസ്റ്റൻസും പാരലൽ കണക്റ്റഡ് ആണ്. സോ പാരലൽ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 ഡിവൈഡഡ് ബൈ 2 + 2. അപ്പോൾ നമുക്ക് കിട്ടും 1 ohms. സോ 8 ആംപിയർ 1 ohms ആണ് നമ്മുടെ ആൻസർ വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The superposition theorem is essentially based on the concept of superposition theorem എന്താണ്, maximum power transfer theorem എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സിൽ നല്ലപോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സൂപ്പർപോസിഷൻ തിയറം പറയുമ്പോൾ നമ്മൾ ഓരോ സോഴ്സിനെയും അതിനകത്ത് ഒരു സർക്യൂട്ടിലുള്ള എല്ലാ സോഴ്സിനെയും ഇൻഡിവിജ്വലി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് എടുക്കുന്നതാണ് സൂപ്പർപോസിഷൻ തിയറം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ വരുന്ന തിയറത്തിലെ എന്തിനെയാണ് അത് ബേസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ആൻസർ ഈസ് ലീനിയാരിറ്റി. ഒരു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിലാണ് നമ്മൾ സൂപ്പർപോസിഷൻ തിയറം യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 kilowatt-hour of electrical energy equals. ഇപ്പോൾ ഇവിടെ നമുക്ക് ജൂൾസിലും വാട്ട്സിലും കിലോ കാലറിയിലും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1 kilowatt-hour എന്ന് പറയുമ്പോൾ 1000 watts into 1 hour ആണ്. അതിനെ തന്നെ നമുക്ക് 1000 watts into 3600 seconds എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ 3.6 into 10⁻⁶ ജൂൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇനി ഈ ജൂൾസിൽ ആണ് നമുക്ക് തന്നിരിക്കുന്നതിലേക്ക് 3600 ജൂൾസ് ആണ് ഇവിടെ കിടക്കുന്നത്. നമുക്കതല്ല, അതിൻ്റെ കൂടെ ആരും കൂടെ വരും, ഒരു 1000 കൂടെ വരും. അപ്പോൾ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. 735.5 വാട്ട്സ് അല്ല, 4186 ജൂൾസും അല്ല. അപ്പോൾ ഇത് മൂന്നും അല്ല നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് കിലോ കാലറിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് 1 kilowatt-hour is equal to 860 കിലോ കാലറി എന്നുള്ളത്. So the answer is D. Okay. Next question. Two similar electric charges of 1 coulomb each are placed 1 meter apart in air. Force of repulsion between them would be nearly equal to. With the 10⁹ ആണ്. അപ്പോൾ നോക്കിയേ, 1 ന്യൂട്ടൺ ആണോ, 9 into 10⁹ ന്യൂട്ടൺ ആണോ, 0 ന്യൂട്ടൺ ആണോ, 8.85 into 10⁻⁻12 ന്യൂട്ടൺ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമുക്കറിയാം കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. 2 സിമിലർ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് 1 കൂളംബ് ഈച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. കൂളംസ് ലോ ആണ് പറയുന്നത് അല്ലേ. കൂളംസ് ലോയിനകത്ത് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ബിറ്റ്വീൻ ദം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂളംസ് ലോ ആണ് ഈ പറയുന്നത്. F is proportional to Q1 Q2 by R square. F is proportional to Q1 Q2 by R square. അപ്പോൾ അതിനകത്ത് F is equal to നമുക്കറിയാം 1/4πε0 Q1 Q2 by R square. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫോഴ്സ് പറയുമ്പോൾ ഈ 1/4πε0നെയാണ് നമ്മൾ എങ്ങനെ എടുക്കുക? 9 into 10⁻⁹ എന്നെടുക്കുക. Q1 Q2 by R square അങ്ങനെ തന്നെ വരും. ഇവിടെ Q1 Q2 എന്ത് തന്നെയാണ്? 1 കൂളംബ് ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1 into 1 divided by R square എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1 meter സ്ക്വയർ വരും അല്ലേ. സോ 9 into 10⁻⁹ ന്യൂട്ടൺ തന്നെ വരും. ഇതെന്താവും? ഇത് ക്യാൻസൽ ആയി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a dielectric slab of thickness 6 mm and epsilon r is 5 is inserted between the plates of an air capacitor with plate separation of 8 mm, its capacitance is. അപ്പോൾ ഇതിൽ dielectric slab of thickness 6 mm പറഞ്ഞിട്ടുണ്ട്, epsilon r 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, inserted between the plates of an air capacitor with plate separation of 8 mm, its capacitance ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം epsilon 0 epsilon r a by d ആണ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഈ എപ്സിലോൺ ആർ ഈക്വൽ ടു 5 ഇൻസേർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എപ്സിലോൺ ആർ ഓൾറെഡി ഉള്ള ഒരു കപ്പാസിറ്റർ ആണെങ്കിൽ അതിലേക്ക് വീണ്ടും ഒരു 5 എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അല്ലെങ്കിൽ എയർ കപ്പാസിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയർ കപ്പാസിറ്ററിൽ എപ്സിലോൺ ആർ ഇല്ലാത്ത കപ്പാസിറ്റർ ആയിരുന്നു, അതിലേക്ക് ഞാൻ എപ്സിലോൺ ആർ ആഡ് ചെയ്തു. എയർ കപ്പാസിറ്റർ ആണെങ്കിൽ എങ്ങനെ വരും? എപ്സിലോൺ 0 a by d എന്ന് വരും. ഇതിലേക്ക് ഞാൻ എന്താ ആഡ് ചെയ്തത്? എപ്സിലോൺ ആർ 5 കൂടെ ആഡ് ചെയ്തു. എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? അത് ന്യൂമറേറ്ററിലെ വാല്യൂ ആണ്. എപ്സിലോൺ ആർ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ കപ്പാസിറ്റൻസും ഇൻക്രീസ് ചെയ്യും. സോ ദ ആൻസർ ഈസ് ഇൻക്രീസ്ഡ്. ഓപ്ഷൻ എ. A capacitor that stores a charge of 0.2 coulombs at 10 volts has a capacitance of. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? Q is equal to C into V. അതിൽ കപ്പാസിറ്റൻസ് സ്റ്റോർ ചാർജ് ഓഫ് 0.2 കൂളംസ് എന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ ടു C ഇൻറ്റു എത്ര വോൾട്ട് ആണ്? 10 വോൾട്ട് ആണ്.
So C is equal to 0.2 divided by 10, that is equal to 0.02 farad. Direct question. Next, permeability in a magnetic circuit corresponds to dash in an electric circuit. നമ്മൾ നേരത്തെ റെസിസ്റ്റിവിറ്റി കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു മാഗ്നറ്റിക് സർക്യൂട്ട് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ഒരു ടേബിൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡയറക്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് എല്ലാ യൂണിറ്റും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതേ സർക്യൂട്ട് ആ ഒരു ക്ലാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് റിലക്റ്റൻസിന് ഇക്വലൻ്റ് ആണ്, കറണ്ട് ഫ്ലക്സിന് ഇക്വലൻ്റ് ആണ്. പെർമിയബിലിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിക്ക് ആയിരിക്കും ഇക്വലൻസ് വരുന്നത്. സോ ദ ആൻസർ ഈസ് കണ്ടക്ടിവിറ്റി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ദ ലിഫ്റ്റിംഗ് പവർ ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് ഡിപ്പെൻഡ്സ് ഓൺ. ലിഫ്റ്റിംഗ് പവർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റ്. ലിഫ്റ്റിംഗ് പവർ ആക്ച്വലി നമ്മൾ പറയുമ്പോൾ H is equal to Ni/L എന്ന് പറയുന്ന ഇക്വേഷനിലാണ് നമ്മൾ ലിഫ്റ്റിംഗ് പവർ പറയുക. അതായത് മാഗ്നറ്റൈസിങ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈക്വൽ ടു Ni/L എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B is equal to ആണ്. ഇതിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ Ni/L എന്ന ലിഫ്റ്റിംഗ് പവറിനെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു എച്ചിൻ്റെ വാല്യൂ തന്നെ നമ്മൾ എന്തിനൊക്കെ ഡിപ്പെൻഡഡ് ആണ്? H is equal to അല്ലെങ്കിൽ B is equal to mu H എന്ന് പറഞ്ഞ നമുക്ക് ഇക്വേഷൻ ഉണ്ട് ഇല്ലേ? അപ്പോൾ ഈ മ്യൂ എച്ചുമായിട്ടും ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി ബി എന്ന് പറയുന്നത് ഇങ്ങനെ മാറി മാറി വരുന്നതനുസരിച്ച് റിലക്റ്റൻസുമായിട്ട് ഡിപ്പെൻഡൻസി വരും. അല്ലെങ്കിൽ ഈ Ni എന്ന് പറയുന്നത് MMF ആണ്, അതിനെ നമുക്ക് 5 × S/L എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ അവിടെ റിലക്റ്റൻസുമായിട്ടും എന്ത് കണക്ഷൻ വരും? അപ്പോൾ നമുക്ക് ഏരിയ ആയിട്ട് ഡിപ്പെൻഡൻസി വരും. റിലക്റ്റൻസുമായിട്ട് വരുമ്പോൾ ഏരിയയുമായിട്ടും ഡിപ്പെൻഡൻസി വരും. സോ പോൾ ഏരിയ ഓഫ് ഇലക്ട്രോമാഗ്നറ്റും കറക്റ്റ് ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിക്കും ഡിപ്പെൻഡൻസി ഉണ്ടാവും. ഷേപ്പ് വലിയ വ്യത്യാസം, നമുക്ക് ഷേപ്പുമായിട്ട് ഒരു ഡിപ്പെൻഡൻസിയും ഒരു ഇക്വേഷനിലും നമുക്ക് വരുന്നില്ല. സോ ദ ആൻസർ ഈസ് ബോത്ത് A and B. Next question. Which of the following instruments are equally accurate on DC as well as AC circuit? Direct question ആണ്. ഡൈനാമോമീറ്റർ, വാട്ട്മീറ്റർ. ഡൈനാമോമീറ്റർ, വാട്ട്മീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് DC-യിലും AC-യിലും നമുക്ക് ഒരേ വാല്യൂ തന്നെ, ഈക്വലി ആക്യുറേറ്റ് വാല്യൂസ് തന്നെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ, ഇൻഡക്ഷൻ വാട്ട് അവർ മീറ്റേഴ്സ് ആർ ഫ്രീ ഫ്രം. അതിൽ നമുക്ക് ഇൻഡക്ഷൻ വാട്ട് അവർ മീറ്റർ, സാധാരണ നമുക്ക് എറേഴ്സ് ഇൻ മീറ്റേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. മെഷർമെന്റ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറയുന്നുണ്ട് ഫേസ് എറർ എന്താണ്, ക്രീപ്പിംഗ് എറർ എന്താണ്, ടെമ്പറേച്ചർ എറർ എന്താണ്, ഫ്രീക്വൻസി എറർ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇൻഡക്ഷൻ വാട്ട് അവർ മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ടും എന്ത് തന്നെയായിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുക? ഈ പറഞ്ഞ ഫേസ് എററിനെയും ക്രീപ്പിംഗ് എററിനെയും ടെമ്പറേച്ചർ എററിനെയും അത് ഡിപ്പെൻഡ് ചെയ്യും. അത് ഡിപ്പെൻഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ അതിലില്ലാത്ത എറർ എന്ന് പറയുന്നത് ഫ്രീക്വൻസി എറർ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ RMS വാല്യൂ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫൈഡ് കറണ്ട് ഈസ് 5 ആംപിയർ. ഇറ്റ്സ് വാല്യൂ ഫോർ ഫുൾ വേവ് rectification would be. നമ്മൾ അനലോഗ് ഇലക്ട്രോണിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എടുത്തിരിക്കുന്ന പോർഷനകത്ത് ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയർ, ഫുൾ വേവിനകത്ത് സെൻറ്റർ ടാപ്പും ബ്രിഡ്ജും വരുന്നുണ്ട്. സോ ഇത് മൂന്നിനെയും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊരു ടേബിൾ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിനകത്ത് എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? മാക്സിമം വോൾട്ടേജ് എന്താണ്, ആവറേജ് വോൾട്ടേജ് എന്താ, RMS വോൾട്ടേജ് എന്താണ്, പീക്ക് ഫാക്ടർ എന്താ, ഫോം ഫാക്ടർ എന്താണ്, അത് ഹാഫ് വേവിന്. അടുത്തത് അതിൻ്റെ നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നതാണ് സെൻറ്റർ ടാപ്പ്, ബ്രിഡ്ജ്. സെൻറ്റർ ടാപ്പിൽ എങ്ങനെയാണ്, ബ്രിഡ്ജിൽ എങ്ങനെയാണ്, അത് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞ അതേ ആ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നതാണ്. നമുക്ക് തന്നിരിക്കുന്ന മാക്സിമം കറണ്ട് 5 ആംപിയർ ആണെങ്കിൽ ആ 5 ആംപിയർ ഫുൾ വേവ് റെക്ടിഫയറിലോട്ട് വരുമ്പോൾ, ഹാഫ് വേവിൽ 5 ആംപിയർ ആണ്, ഫുൾ വേവ് റെക്ടിഫയറിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് RMS വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വോൾട്ടേജ് എത്രയാണോ അതിൻ്റെ ഡബിൾ ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. പക്ഷേ നമുക്ക് ഇവിടെ വേണ്ടത് ഫുൾ വേവ് റെക്ടിഫിക്കേഷനിലാണ്. അപ്പോൾ എന്താണ്, ഡബിൾ ഡിവൈഡഡ് ബൈ √2 വരും. അപ്പോൾ 10/√2 ആംപിയർ. ഓക്കെ. Next question. The reactance offered by a capacitor to alternating current of frequency 50 Hz is 20 ohm. If the frequency is increased to 100 Hz, reactance becomes. Very simple question, direct question ആണ്. ഇതിനകത്ത് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ XC എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഈക്വൽ ടു 1/2πfc ആണെന്ന് നമുക്കറിയാം.
അതിൽ നമുക്ക് രണ്ട് കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആണ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ നമുക്ക് കപ്പാസിറ്ററിന് വ്യത്യാസമൊന്നുമില്ല. സോ സി വിൽ ബി ദ കോൺസ്റ്റന്റ് വാല്യൂ. ഇവിടെ ഫ്രീക്വൻസി ആണ് നമുക്ക് വ്യത്യാസം വരിക. നമുക്ക് ഈ ഇക്വേഷനിൽ മനസ്സിലാവും എക്സ് സി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/f അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് നമുക്ക് പറയാം അല്ലേ. സോ എക്സ് സി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കണ്ട, ഡയറക്റ്റ് എടുക്കാം. ഫ്രീക്വൻസി 50 ഹെർട്സിൽ നിന്നും 100 ഹെർട്സിലോട്ടാണ് ആയത്. അതായത് 50 ഹെർട്സിൽ നിന്നും 100 എന്ന് പറഞ്ഞാൽ ഡബിൾ ആയി അല്ലെങ്കിൽ ട്വൈസ് ആയി അതിൻ്റെ. സോ ഡബിൾ ആയി ഫ്രീക്വൻസി. അപ്പോൾ 20 ohms എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. 20 ohm ആയിരുന്ന റിയാക്ടൻസ് എന്താവും? അത് ഹാഫ് ആവും. ഹാഫ് ആവുക എന്ന് വെച്ചാൽ എന്താണ്? 10 ohms. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് എ ഫിക്സ്ഡ് കോസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ആണ് നമ്മുടെ തന്നിരിക്കുന്ന ആൻസർ. നമ്മുടെ ആൻസർ കീയിലും അത് തന്നെയാണ് ആൻസർ വരിക. പക്ഷേ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഫിക്സ്ഡ് കോസ്റ്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വരുന്നത് എപ്പോഴും നമ്മുടെ ഓരോ ആ പറയുന്ന മെഷീനറിയുടെയോ അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷനിലുള്ള ഓരോ കാര്യത്തിൻ്റെയും വർക്കിംഗ് അനുസരിച്ചാണ് ആ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ആൻസർ കൊടുക്കാനായിട്ട് പറ്റും. സോ ദ ആൻസർ ഈസ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. ബാക്കിയെല്ലാം നമ്മളിപ്പം ക്യാപിറ്റൽ കോസ്റ്റിന് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഹയർ ഒഫീഷ്യൽസിന്റെ സാലറി, ടാക്സ് ആൻഡ് ഇൻഷുറൻസ് ഇതെല്ലാം നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ഇതിനകത്ത് ഇല്ലാത്തത് ഏതാണ്? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. അത് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് പവർ ഫാക്ടർ ഇസ് യൂണിറ്റി ദ റിയാക്റ്റീവ് പവർ ഈസ്. അത് നമുക്ക് പഠിച്ചിട്ടുള്ള ബേസിക് ഇലക്ട്രിക്കൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് പവർ ട്രയാങ്കിൾ അല്ലെങ്കിൽ വേറെ ഏതാ ട്രയാങ്കിൾ? ഇംപിഡൻസ് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പവർ ട്രയാങ്കിളിനേക്കാളും ഇംപിഡൻസ് ട്രയാങ്കിൾ എടുത്താലും അല്ലെങ്കിൽ പവർ ട്രയാങ്കിൾ എടുത്താലും നമുക്ക് എന്ത് ചെയ്യും കിട്ടും? ഈ രണ്ട് എടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതിനകത്ത് പവർ ട്രയാങ്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പവർ ട്രയാങ്കിൾ. ഈ പവർ ട്രയാങ്കിളിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഈ ബേസ് എന്ന് പറയുന്നത് ട്രൂ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ ആണ്. ഓൾട്ടിറ്റ്യൂഡ് ഈസ് ദ റിയാക്റ്റീവ് പവർ. അപ്പാരന്റ് പവർ ആണ് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് വരിക. ഇത് വെച്ചിട്ട് നമുക്ക് സൈൻ തീറ്റ കോസ് തീറ്റ അല്ലെങ്കിൽ സൈൻ ഫൈ കോസ് ഫൈ, നമ്മൾ ഫൈ ആയിട്ടാണ് ഫേസ് ആംഗിളിനെ കണക്കാക്കുന്നതെങ്കിൽ സൈൻ ഫൈ കോസ് ഫൈ ടാൻ ഫൈ ഇങ്ങനെ നമ്മൾ എടുക്കാൻ പറ്റും. അതിൽ സൈൻ ഫൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? സൈൻ ഫൈ ആണെങ്കിൽ നമുക്ക് ഇവിടെ പറയാം നമുക്ക് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് എടുക്കാം. കോസ് ഫൈ ആണെങ്കിൽ അഡ്ജസ്റ്റന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന പവർ ഫാക്ടർ ആണ്. പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്. കോസ് ഫൈ എന്ന് പറയുന്നത് അഡ്ജസ്റ്റന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ നമുക്കറിയാം പി ബൈ എസ് ആക്റ്റീവ് പവർ ബൈ അപ്പാരന്റ് പവർ ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ആക്റ്റീവ് പവർ ബൈ അപ്പാരന്റ് പവർ ആണ് പവർ ഫാക്ടർ എന്ന് പറയാം. അപ്പോൾ പവർ ഫാക്ടർ യൂണിറ്റി ആണെങ്കിൽ എന്താണെന്നാണ്? കോസ് ഫൈ ഈക്വൽ ടു 1. ഇപ്പോൾ റിയാക്റ്റീവ് പവർ നമുക്കറിയാം എന്തായിരിക്കും? ആക്റ്റീവ് പവർ ബൈ അപ്പാരന്റ് പവർ ആണ് കോസ് ഫൈ എങ്കിൽ റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ഐ സൈൻ ഫൈ ആണ്. അപ്പം നമുക്കിതിൽ കോസ് ഫൈ 1 ആണെങ്കിൽ സൈൻ ഫൈ എന്താകും? ഡയറക്റ്റ് നമുക്ക് പറയാം സൈൻ ഫൈ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ റിയാക്റ്റീവ് പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നതിനകത്ത് വി ഐ ഇൻറ്റു 0 വരും. സോ ദാറ്റ് ആൻസർ ഈസ് 0. സോ റിയാക്റ്റീവ് പവർ ഇസ് 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സീരീസ് ആർ എൽ സി സർക്യൂട്ട് ആർ എക്സ് എൽ എക്സ് സിയുടെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ദ ഫേസ് ആംഗിൾ ഓഫ് ദ സർക്യൂട്ട്. ഇത് നമുക്ക് ഇംപിഡൻസ് ട്രയാങ്കിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കറിയാം ഇംപിഡൻസ് ട്രയാങ്കിളിനകത്ത് ദിസ് ഇസ് ആർ, ഇത് എക്സ് എൽ മൈനസ് എക്സ് സി വരും. ആർ എൽ സി സർക്യൂട്ടിൻ്റെ ഇംപിഡൻസ് ട്രയാങ്കിൾ ആണിത്. ഇത് ഇസഡ് ആണ്. ദിസ് ഇസ് ഫേസ് ആംഗിൾ ഫൈ. അപ്പോൾ ഇതിനകത്ത് ഫേസ് ആംഗിൾ ഓഫ് ദ സർക്യൂട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഫേസ് ആംഗിൾ കണ്ടുപിടിക്കുന്നത് ടാൻ ഇൻവേഴ്സ് വെച്ചിട്ടാണ്. ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്താണ്? ടാൻ എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡഡ് ബൈ ആർ. ഇതെല്ലാം നമുക്ക് ഈ ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ എക്സ് എൽ മൈനസ് എക്സ് സി തന്നിട്ടുണ്ട്. 300 മൈനസ് 200 100 ആയിട്ട് വരും. സോ ദ ടാൻ ഇൻവേഴ്സ് എക്സ് എൽ മൈനസ് എക്സ് സി 300 മൈനസ് 200 100 ohms
divided by R എന്ന് പറയുന്നത് 100 ആണ്. So tan inverse 100 by 100 എന്ന് വെച്ചാൽ tan inverse 1. Tan inverse 1 എന്താണ്? 45 degree. So the answer is option B. Next question. In an AC circuit, the ratio of kilowatt per kilovolt ampere represents. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പവർ ട്രയാങ്കിൾ വെച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു കോസ് ഫൈ എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ ബൈ അപ്പാരന്റ് പവർ ആണ്. അപ്പോൾ കോസ് ഫൈ ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്സ് അല്ലെങ്കിൽ കിലോ വാട്ടിൽ നമ്മൾ പറയും. അപ്പാരന്റ് പവറിന്റെ യൂണിറ്റ് എന്താണ്? KVA, വോൾട്ട് ആംപിയർ അല്ലെങ്കിൽ കിലോ വോൾട്ട് ആംപിയറിൽ നമ്മൾ പറയും. റിയാക്റ്റീവ് പവറിന്റെ യൂണിറ്റ് എന്താണ്? കിലോ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് എന്ന് പറയും, KVAR എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കിലോ വാട്ട് ബൈ കിലോ വോൾട്ട് ആംപിയർ എന്ന് വെച്ചാൽ എന്താ? P/S എന്ന് പറയുന്ന ഫോർമാറ്റ്. P/S ആണെങ്കിൽ എന്താണ്? കോസ് ഫൈ. കോസ് ഫൈ എന്താണ്? പവർ ഫാക്ടർ. സോ ദ ആൻസർ ഈസ് പവർ ഫാക്ടർ. കോസ് ഫൈ ആണ് കിലോ വാട്ട് ബൈ KVA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Speed per time curve for electric trains for city service does not have. സിറ്റി സർവീസിലുള്ള ഇലക്ട്രിക് ട്രെയിൻസിൽ സ്പീഡ് ടൈം കർവ് എങ്ങനെയായിരിക്കും? അതിനകത്ത് എന്താണ് ഇല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു സ്പീഡ് ടൈം കർവ് ഓഫ് ഇലക്ട്രിക് ട്രെയിൻ നമ്മൾ ഇലക്ട്രിക് ട്രാക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ട്രെയിനിനകത്ത് നമുക്കറിയാം ഏതൊക്കെ പീരീഡ്സ് ഉണ്ട്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ പീരീഡ് ഉണ്ട്, ആക്സിലറേഷൻ പീരീഡ് ഉണ്ട്, ഫ്രീ റണ്ണിങ് പീരീഡ് ഉണ്ടാവും, കോസ്റ്റിംഗ് പീരീഡ് ഉണ്ടാവും, ബ്രേക്കിംഗ് പീരീഡ് ഉണ്ടാവും. അതിൽ ഏതിനൊക്കെ നമ്മൾ 3 ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് മെയിൻ ലൈൻ സർവീസ്, പിന്നൊന്ന് സബ് അർബൻ, പിന്നൊന്ന് അർബൻ സർവീസ്. അപ്പോൾ അതിനകത്ത് ഈ മെയിൻ ലൈൻ സർവീസ് എങ്ങനെയാണ്, സബ് അർബൻ സർവീസ് എങ്ങനെയാണ്, അർബൻ സർവീസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ സ്പീഡ് ടൈം കർവ് പഴയതായിട്ട് നമുക്ക് ക്ലാസ്സിൽ പഠിച്ചതൊന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതാണ് മെയിൻ ലൈൻ സർവീസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇലക്ട്രിക് ട്രെയിനിൻ്റെ ഫ്രീ റണ്ണിങ് പീരീഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് മെയിൻ ലൈൻ സർവീസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്പീഡ് ടൈം കർവ് ഇങ്ങനെയാണ്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ പീരീഡ് കുറച്ച് കാണും. അത് കഴിഞ്ഞിട്ട് ഒരു ആക്സിലറേഷൻ ഓൺ സ്പീഡ് കർവ് ഒരു ചെറിയ രീതിയിൽ കുറച്ച് പോയിന്റിൽ അത് ആക്സിലറേഷൻ കാണിക്കും. പിന്നെ ഒരു കുറച്ച് കോൺസ്റ്റന്റ് പോയിന്റ് അത് ഫ്രീ റണ്ണിങ് ആയിരിക്കും. പിന്നെ വരുന്നത് കോസ്റ്റിംഗ്, ദെൻ ബ്രേക്കിംഗ്. ഇതെല്ലാം മെയിൻ ലൈൻ സർവീസിൽ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വരേണ്ടത് സബ് അർബൻ ആൻഡ് അർബനിലോട്ടും കൂടെ നോക്കാം. അതിൽ വരുമ്പോൾ ഇതാണ് നമ്മുടെ സബ് അർബൻ സർവീസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഗ്രാഫ്. ഇപ്പോൾ സബ് അർബൻ സർവീസ് വരുമ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ആക്സിലറേഷൻ പീരീഡ് ഉണ്ട്, പിന്നെ കോസ്റ്റിംഗ് ആണ്, പിന്നെ ബ്രേക്കിംഗ് ആണ് വരുന്നത്. ഇതിൽ ഏത് പീരീഡ് ഇല്ല? ഫ്രീ റണ്ണിങ് പീരീഡ് ഇല്ല. അതേപോലെ ദിസ് ഇസ് അർബൻ സർവീസ്. സബ് അർബൻ സർവീസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആക്സിലറേഷൻ, കോസ്റ്റിംഗ്, ബ്രേക്കിംഗ്. ദ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് അർബൻ പീരീഡിൽ കോസ്റ്റിങ്ങിൻ്റെ ടൈം വളരെ കൂടുതലാണ്, ലെങ്തി കോസ്റ്റിംഗ് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സബ് അർബനും അർബനും തമ്മിൽ വ്യത്യാസം കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവിടെ സിറ്റി സർവീസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടാവുക. സിറ്റി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ഓഫ് ആണ്? സബ് അർബനകത്ത് വരുന്നതാണ് സിറ്റി സർവീസ് എന്ന് പറയാം. അപ്പോൾ സബ് അർബനിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫ്രീ റണ്ണിങ് പീരീഡ് ഇല്ല, അല്ലെങ്കിൽ കോസ്റ്റിങ്ങിൻ്റെ ലെങ്ത് കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഓപ്ഷനകത്ത് ഉള്ളതും അത് തന്നെയാണ്. എന്താ, ഏതാണ് ഇല്ലാത്തതെന്നാണ്? ഡസ് നോട്ട് ഹാവ് ഫ്രീ റണ്ണിങ് പീരീഡ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈൽ കൺസിഡറിങ് ട്രെയിൻ മൂവ്മെന്റ് ക്രസ്റ്റ് സ്പീഡ് ഈസ്. ക്രസ്റ്റ് സ്പീഡാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഒരു ട്രെയിൻ, ഇതും ഇലക്ട്രിക് ട്രാക്ഷനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രെയിൻ മൂവ്മെന്റ് സ്പീഡ് അല്ലെങ്കിൽ ക്രസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഒന്ന് മാക്സിമം സ്പീഡ് അറ്റൈൻഡ് ബൈ എ ട്രെയിൻ ഡ്യൂറിങ് ദ റൺ. അതാണ് നമ്മുടെ ക്രസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത്. മാക്സിമം സ്പീഡ് അറ്റൈൻഡ് ബൈ എ ട്രെയിൻ ഡ്യൂറിങ് റണ്ണിങ് ടൈമിൽ ഒരു ട്രെയിനിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രസ്റ്റ് സ്പീഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റോപ്സ് ആൻഡ് ആക്ച്വൽ ടൈം ഓഫ് റൺ. അതാണ് നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷെഡ്യൂൾഡ് സ്പീഡ് ഉണ്ട്. ഷെഡ്യൂൾഡ് സ്പീഡ് എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റോപ്സ് ആൻഡ് സം ഓഫ് ആക്ച്വൽ ടൈം ഓഫ് റൺ ആൻഡ് സ്റ്റോപ്പ് ടൈം. അതാണ് നമ്മുടെ ഷെഡ്യൂൾഡ് സ്പീഡ്. സോ ആവറേജ് സ്പീഡ് ഉണ്ട്, ഷെഡ്യൂൾഡ് സ്പീഡ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് ഈ ആവറേജ് സ്പീഡ് അറ്റൈൻഡ് ബൈ ട്രെയിൻ ഡ്യൂറിങ് ദ റൺ അല്ല, മാക്സിമം സ്പീഡ് അറ്റൈൻഡ് ബൈ ട്രെയിൻ ഡ്യൂറിങ് ദ റൺ ആണ് ക്രസ്റ്റ് സ്പീഡ്. ഇത് രണ്ടും വരുന്നത് ഒന്ന് ഷെഡ്യൂൾഡ് സ്പീഡും മറ്റൊന്ന് നമ്മുടെ ആവറേജ് സ്പീഡുമാണ്. ഓക്കെ, ബി വരുന്നില്ല. സിയും ഡിയും ആണ് നമുക്ക് പഠിക്കാനുള്ളത്, എയും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻസർ വെച്ചിട്ട് നമുക്ക് എ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Magnetic materials are heated with the help of. അപ്പോൾ ഇതിനകത്ത് റേഡിയേഷൻ, ഇലക്ട്രിക് ആർക്ക്, ബൈ കൺവെക്ഷൻ, ഹിസ്റ്റെറിസിസ് ലോസ്. മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ പഠിക്കുമ്പോഴേ അതിനകത്ത് ആദ്യം പഠിക്കുന്നത് ഹിസ്റ്റെറിസിസ് കർവിനെ കുറിച്ചാണ് അല്ലേ. അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഹീറ്റ് ചെയ്യുന്നത് നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ്റ്റെറിസിസ് ലോസ് വെച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓഫ് ഇലക്ട്രിക് മോട്ടർ. റീജനറേറ്റീവ് ബ്രേക്കിംഗ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബാക്ക് EMF ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ വോൾട്ടേജ് ആണ്. ഉണ്ടാവുന്ന ബാക്ക് EMF എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജിനേക്കാളും കൂടുതലാവുന്ന ഒരു പ്രോസസ്സാണ് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെ അത് റിവേഴ്സ് ചെയ്യും. ഓക്കെ, റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ ബാക്ക് EMF കൂടുതലായതുകൊണ്ട് ഉണ്ടാവുന്ന കറണ്ട് അത് റിവേഴ്സ് ആക്കും. റിവേഴ്സ് ആയി കറണ്ട്, ഇലക്ട്രിക് മോട്ടറിൽ കറണ്ട് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ, ആർമേച്ചർ കറണ്ട് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മോട്ടർ വിൽ റൺ ആസ് എ generator. So the answer is option D. Next question. The advantage of corona effect in transmission line is that. കൊറോണ എഫക്റ്റ് ട്രാൻസ്മിഷൻ ലൈനിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഡയറക്റ്റ് നമുക്ക് ആൻസർ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ സേഫ്റ്റി. ഇറ്റ് ആക്ട്സ് ആസ് എ സേഫ്റ്റി വാൽവ് ഫോർ ഇലക്ട്രിക്കൽ സർജസ്. ഇലക്ട്രിക്കൽ സർജ് അല്ലെങ്കിൽ ഒരുപാട് സർജ് കറണ്ട് അല്ലെങ്കിൽ സർജ് വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ അതിനെ പാസ് ചെയ്ത് വിടാനായിട്ട് ഒരു ബൈപ്പാസ് ആയിട്ടും എന്ത് ആക്ട് ചെയ്യും? കൊറോണ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ആക്ട്സ് ആസ് എ സേഫ്റ്റി വാൽവ് അല്ലെങ്കിൽ ബൈപ്പാസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി അതല്ല, വേറെ ഏത് അഡ്വാൻറ്റേജാണ് ഉള്ളത്? അതെന്ന് പറയുന്നത് ഒരു പവർ കണ്ടക്ടേഴ്സിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡയമീറ്റർ അത് ഇൻക്രീസ് ചെയ്യും. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ബാക്കിയൊന്നും വരുന്നില്ല. ദ ആൻസർ ഈസ് ഇറ്റ് ആക്ട്സ് ആസ് എ സേഫ്റ്റി വാൽവ് ഫോർ ഇലക്ട്രിക് സർജസ്. നെക്സ്റ്റ്, ദ സാഗ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ലീസ്റ്റ് അഫക്റ്റഡ് ബൈ. ദ സാഗ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ലീസ്റ്റ് അഫക്റ്റഡ് ബൈ. നമുക്ക് സാഗിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, WL²/8T. ഇതാണ് നമ്മുടെ സാഗ് അല്ലേ. SAG is equal to WL²/8T അല്ലേ. അതിൽ L എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ്. T is the tension. W എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് എന്ന് പറയുന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഇതാണ് നമ്മുടെ സാഗ്. ഇതിനകത്ത് ലീസ്റ്റ് അഫക്റ്റഡ് ബൈ പറയുമ്പോൾ ടെമ്പറേച്ചർ സാഗുമായിട്ട് അഫക്റ്റഡ് ആണ്. ടെമ്പറേച്ചർ നമുക്കറിയാം, കണ്ടക്ടേഴ്സ് തമ്മിലൊരു ഗ്യാപ്പ് കൊടുക്കുന്നതിൻ്റെ കാര്യമേ ടെമ്പറേച്ചർ കാരണമാണ്. നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന കണ്ടക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്മിഷൻ ലൈൻ ഹീറ്റിംഗ് നടക്കുന്ന സമയത്താണെങ്കിലും ടെമ്പറേച്ചർ കൂടുതലുള്ള സമയത്താണെങ്കിലും സമ്മർ സീസണിലൊക്കെ ആണെങ്കിലും എന്ത് സംഭവിക്കും? കണ്ടക്ടറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. എലോങ്കേറ്റഡ് ആവാൻ എക്സ്പാൻഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അത് കാരണം സാഗ് ഉണ്ടാവുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇനി എന്താണ്? വെയിറ്റ് ഓഫ് ദ കണ്ടക്ടർ ഓൾറെഡി നമ്മുടെ ഇക്വേഷനിലുണ്ട്. സോ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ലെങ്ത്. അടുത്ത എന്താണ്? ടെൻഷനാണ്. ഇല്ലാത്തത് എന്താണ്? കറണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കറണ്ട് പാസസ് ത്രൂ ദ കണ്ടക്ടർ. അതാണ് ലീസ്റ്റ് അഫക്റ്റഡ് എന്ന് പറയുന്ന സംഭവം. നെക്സ്റ്റ് ഈസ് ആൻ ഇന്റർകണക്ടർ ബിറ്റ്വീൻ ടു ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ഫെസിലിറ്റേറ്റ്സ് ടു. ഇന്റർ കണക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ജനറേറ്റിംഗ് സ്റ്റേഷൻ്റെ ഇടയിൽ നമ്മൾ കൊടുക്കുന്ന ഇന്റർ കണക്ടർ അതിനെ പാരലായിട്ട് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഫെയിൽ ആയാലും മറ്റേ ജനറേറ്റിംഗ് സ്റ്റേഷൻ നമുക്ക് വർക്കിംഗ് ആക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പാരലായിട്ടായിരിക്കും ഇന്റർ കണക്ടർ യൂസ് ചെയ്തിട്ട് അതിനെ ചെയ്യുന്നതേ അതുകൊണ്ടാണ്, പാരലാക്കി കൺവേർട്ട് ചെയ്യാനാണ്. ഇനി എന്താണ്? Next question is, the string efficiency of a suspension type insulator can be increased by. String efficiency നമുക്കറിയാം, voltage across the whole string divided by voltage at the nearest disk of the string into എന്താണ്? Number of disk ആണ്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്ററിൽ സ്ട്രിങ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം, ഒന്നെങ്കിൽ നമുക്ക് ലോങ്ങർ ക്രോസ് ആംസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗോഡ് റിങ്സ് യൂസ് ചെയ്യാം. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും എന്താണ്? ആൻസർ ആണ്. സോ ബോത്ത് എ ആൻഡ് ബി ആണ്. നമ്മൾ ഐഡന്റിക്കൽ ഇൻസുലേറ്റഡ് ഡെസ്ക് യൂസ് ചെയ്യത്തില്ല. ലോങ്ങർ ക്രോസ് ആംസും ഗോഡ് റിങ്സുമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Volume of copper required for an AC transmission line is inversely proportional to. ഒരു AC transmission ലൈനിൻ്റെ വോളിയം ഓഫ് കോപ്പർ എങ്ങനെയാണെന്നുള്ളതാണ്. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? നമ്മുടെ ആൻസർ പവർ ഫാക്ടർ ആണ്. എങ്ങനെയാണ് ആൻസർ വന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പവറിൻ്റെ ഇക്വേഷൻ. √3 VI cos phi ആണ്.
നമുക്കറിയാം അതിൽ നിന്നും I എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? I is equal to power divided by √3 V cos phi. ആണല്ലോ. ഇതിൽ cos phi ആണ് പവർ ഫാക്ടർ. നമുക്ക് പവർ ഫാക്ടർ ആണോ ആൻസർ എന്നാണ് നോക്കണ്ടേ. ആൻസർ ഓൾറെഡി നമ്മുടെ പ്രൊഫഷണൽ കീയിൽ പവർ ഫാക്ടറാണ് കൊടുത്തിരിക്കുന്നത്. ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? cos phi ആണ് പവർ ഫാക്ടർ. നമുക്ക് ഐയുടെ വാല്യൂ ഇങ്ങനെ എഴുതാം. ഇനി നമുക്കറിയാവുന്ന ടോട്ടൽ പവർ ലോസ് എങ്ങനെ എടുക്കുക? 3I²R. 3I²R ആണ് നമ്മുടെ ടോട്ടൽ പവർ ലോസ്. അപ്പോൾ 3 ഇൻറ്റു ഐക്ക് പകരം നമുക്കിത് കൊടുക്കാം P/√3 V cos phi ആണ്. cos phi ഞാൻ പവർ ഫാക്ടർ നിങ്ങൾക്ക് കൊടുക്കുകയാണ്. പവർ ഫാക്ടർ ഓക്കെ. എന്താണ്? I² ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്ക്വയർ വരും. ഇൻറ്റു R ആണ്. R എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് എഴുതാം ρL/A എന്ന് എഴുതാം. സോ റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ. ഇനി നമുക്കറിയാം ഇതിൽ നിന്നും W is equal to 3√3 സ്ക്വയർ വരുമ്പോൾ 3 ആവും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. അപ്പോൾ നമുക്ക് വരുന്നത് P² ഡിവൈഡഡ് ബൈ V² ഇൻറ്റു പവർ ഫാക്ടർ സ്ക്വയർ ഇൻറ്റു ρL/A വരും. ഓക്കെ. നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഏരിയ മാത്രമായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? A ഇവിടെ പോകും, W താഴെ വരും. സോ പവർ സ്ക്വയർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് സ്ക്വയർ ഇൻറ്റു പവർ ഫാക്ടർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ρL ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ ലോസ്. ഇതാണ് നമ്മുടെ ഏരിയയുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഏരിയയുടെ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഈ വക കാര്യങ്ങളെല്ലാം വന്നു. നമുക്ക് വരുന്നത് വോളിയം ആയിട്ടാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഏരിയയുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് ആരാണ്? വോളിയം. അതുകൊണ്ടാണ് ഞാൻ ഏരിയയിലോട്ട് കൊണ്ടുവരുന്നത്. സോ വോളിയം എന്ന് പറയുന്നത് എന്താ? ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം. സോ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ലെങ്ത്തും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എനിക്ക്? ലെങ്ത് ആഡ് ചെയ്യല്ല, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? വോളിയം. വോളിയം ഓഫ് ദ കോപ്പർ എനിക്ക് കിട്ടും. വോളിയം ഓഫ് ദ കോപ്പർ ഇസ് ഈക്വൽ ടു A ഇൻറ്റു L ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഞാനിപ്പം ഡയറക്റ്റ് ഇതിലോട്ട് തന്നെ എഴുതുകയാണ്. വോളിയം ഓഫ് ദ കോപ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ എന്തും കൂടെ വരും? ഒരു ലെങ്ത്തും കൂടെ വരും. അതായത് ഇവിടെ ഒരു സ്ക്വയർ വരികയാണെന്ന് വയ്ക്കാം. ഓക്കെ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം വോളിയം ഓഫ് ദ കോപ്പർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പവർ സ്ക്വയർ. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പവർ സ്ക്വയർ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് സ്ക്വയർ ഓഫ് ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. അതുപോലെ inversely proportional to square of supply voltage, inversely proportional to power factor square, inversely proportional to total power loss. അല്ലേ? സോ നമുക്ക് പറയാം ഇവിടെ ഇത്രയും കാര്യത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്, ഇത്രയും കാര്യത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. പവർ ഫാക്ടർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞേക്കുന്നത്. സോ വോളിയം എന്ന് പറയുന്നത് പവർ ഫാക്ടറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. Volume of copper required for an AC transmission line is inversely proportional to നമുക്കിവിടെ ഏതേ ഉള്ളൂ അതിനകത്ത് തന്നിരിക്കുന്നതിൽ പവർ ഫാക്ടർ. ട്രാൻസ്മിറ്റഡ് പവർ നമ്മുടെ ന്യൂമറേറ്ററിൽ വരുന്ന P ആണ്. W താഴെ വരുന്നത് എന്താണ്? പവർ ലോസ് ആണ്. അതുകൊണ്ട് ആ ഇക്വേഷനിൽ നിങ്ങൾക്കൊന്നും കൺഫ്യൂഷൻ വരാൻ പാടില്ല. പവർ ഫാക്ടർ ആണ് ഇവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷീറ്റ്സ് ആർ യൂസ്ഡ് ഇൻ അണ്ടർഗ്രൗണ്ട് കേബിൾസ് ആർ. അണ്ടർഗ്രൗണ്ട് കേബിൾസിനെ കുറിച്ച് നമ്മളൊരു ചെറിയൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു മിനി ക്ലിപ്പായിട്ട് റീൽ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ടർഗ്രൗണ്ട് കേബിൾസിലെ ഓരോ പാർട്സും ഓരോ ഷീറ്റും എങ്ങനെയാണെന്നുള്ളത്, അതായത് അതിൻ്റെ മേൾഭാഗത്തുള്ള ഓരോ ലെയേഴ്സും എങ്ങനെയാണ് എന്തിനാണത് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഷീത്ത്. ഷീത്ത് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മോയ്സ്ചർ ആൻഡ് ഗ്യാസിൽ നിന്നും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷീത്ത് യൂസ് ചെയ്യുന്നത്. Next question, which of the following expressions depicts the diversity factor? അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്കറിയാം, പവർ സിസ്റ്റം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ആദ്യത്തെ പോർഷനിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യമാണ് ഈ പറഞ്ഞ ഡൈവേഴ്സിറ്റി ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ, ലോഡ് ഫാക്ടർ എന്നൊക്കെ പറയുന്നത്. സോ ഇതിനകത്ത് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ സം ഓഫ് കൺസ്യൂമേഴ്സ് മാക്സിമം ഡിമാൻഡ്, അല്ലെങ്കിൽ എന്താണ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ്സിൻ്റെ എല്ലാം സമ്മാണ്, ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ. ഡിമാൻഡ് ഫാക്ടർ ആണെങ്കിൽ മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ്. ലോഡ് ഫാക്ടർ ആണെങ്കിൽ ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ഇനി ഒന്ന് വായിച്ചു നോക്കാം. റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ഓൺ ദ പവർ സ്റ്റേഷൻ ടു ദ റേറ്റഡ് കപ്പാസിറ്റി അല്ല. റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ടു ദ കണക്റ്റഡ് ലോഡ് അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ലോഡ് ഫാക്ടർ ആണ്. റേഷ്യോ ഓഫ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ടു ദ മാക്സിമം ഡിമാൻഡ് ഓൺ ദ പവർ സ്റ്റേഷൻ. സോ ദ ആൻസർ ഈസ് എന്താ? സി ആണ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Which of the following is not a non-conventional energy source? Non-conventional energy source അല്ലാത്തത് ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് MHD ഉണ്ട്, മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് ജനറേറ്റർ, ഫ്യൂവൽ സെൽ, ബയോമാസ്. ഇതെല്ലാം എന്താണ്? നോൺ കൺവെൻഷണൽ ആണ്. നോൺ കൺവെൻഷണൽ അല്ലാത്തത് ഏതായിരിക്കും? ഒബ്വിയസ്ലി നാച്ചുറൽ ഗ്യാസ് ആണ്. എന്ന് വെച്ചാൽ എന്താ, കോൾ റിലേറ്റഡ് ആയിട്ടുള്ള എനർജി സോഴ്സസിനെയാണ് നമ്മൾ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയാം. അപ്പം നോൺ കൺവെൻഷണൽ അല്ലാത്തതെന്ന് വെച്ചാൽ എന്തായിരിക്കും? കൺവെൻഷണൽ ആയിരിക്കും. സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് നാച്ചുറൽ ഗ്യാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഈസ് an electrical storage method of solar energy? ഇലക്ട്രിക്കൽ സ്റ്റോറേജ് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനിപ്പോൾ നിങ്ങൾക്ക് സോളാർ എനർജിയും തന്നിട്ടില്ല എങ്കിൽ പോലും ഓപ്ഷൻസ് നോക്കുക. ഇലക്ട്രിക്കൽ സ്റ്റോറേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫ്ലൈ വീൽ സ്റ്റോറേജ് എന്ന് വെച്ചാൽ അതെന്താണ്? മെക്കാനിക്കലി ആണ് അത് വർക്ക് ചെയ്യുന്നത്. മെക്കാനിക്കൽ സ്റ്റോറേജ് ആണ്. പെബിൾ ബെഡ് സ്റ്റോറേജ് എന്ന് വെച്ചാൽ ഫിസിക്കലി സ്റ്റോറേജ് ആണ് ഇവിടെ വരുന്നത്. പെബിൾ ബെഡ് സ്റ്റോറേജിൽ വരിക. തെർമോ കെമിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ കെമിക്കൽ ടെമ്പറേച്ചറും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സ്റ്റോറിങ് മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ഇനി അടുത്ത് വരുന്ന ഇൻഡക്ടർ സ്റ്റോറേജ് ആണ്. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇൻഡക്ടർ സ്റ്റോറേജിലാണ് എന്തുള്ളത്? ഇലക്ട്രിക്കൽ എനർജി സ്റ്റോറേജ് വരുള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംപിഡൻസ് റിലേ ഈസ് യൂസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ്. വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ. ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ, ഷോർട്ട് പ്രൊട്ടക്ഷൻ, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എന്താണ്? നമ്മുടെ റിലേ ആണ്, നമ്മുടെ റിയാക്റ്റൻസ് റിലേ ആണ് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ യൂസ് ചെയ്യുക. ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ ഏതാ യൂസ് ചെയ്യുക? റിലേ ആണ് യൂസ് ചെയ്യുക. റിലേയും ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ റിയാക്റ്റൻസ് റിലേയും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എ ഫ്യൂസ് ഓപ്പറേറ്റ്സ്? ഫ്യൂസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ബേസിക് ഇലക്ട്രിക്കൽ സെയിം പഠിച്ചിട്ടുണ്ട്. H=I²RT ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചതാണ്. സോ ദ ആൻസർ ഈസ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, ഫ്യൂസിലേക്ക് നമ്മൾ കറണ്ട് സർജ് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്യൂസ് ഹീറ്റ് ചെയ്ത് മെൽറ്റ് ആയാണ് അത് ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. Next question, which of the following circuit breakers are most suitable for voltage 765 kilovolt? The answer is SF6 circuit breaker ആണ്. എയർ ബ്ലാസ്റ്റും എയർ ബ്രേക്കും അതുപോലെ വാക്യൂം സർക്യൂട്ട് ബ്രേക്കേഴ്സും വരുമ്പോൾ നമ്മൾ ഓരോ റേഞ്ചിനനുസരിച്ച് നമ്മൾ ടേബിളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വാക്യൂം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 kV തൊട്ട് 38 kV വരെ വാക്യൂം സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ വരുന്നുണ്ട്. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 132 kV to 400 kV നമ്മൾ എയർ ബ്ലാസ്റ്റിലാണ് വരുന്നത്. എയർ ബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലോവർ വോൾട്ടേജസ് ആണ്, അതായത് അപ് ടു ഒരു 15 kV വരെ അത് കാണിക്കുകയുള്ളൂ. ഇനി അത് മാത്രമല്ല SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ അപ് ടു ഏകദേശം ഒരു 800 kV SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 765 ആണ്. സോ വി ക്യാൻ ഗോ ഫോർ SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സ്. നെക്സ്റ്റ് നമുക്കുള്ളത് ഡിഫ്ലക്ഷൻ ടോർക്കിൻ്റെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിൽ നിന്നും ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ അല്ലേ. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം അതിനകത്ത് കൺട്രോളിംഗ് ടോർക്കിനെയും ഇനേർഷ്യനെയും ഡാമ്പിംഗ് ടോർക്കിനെയും അതെന്ത് ചെയ്യുന്നു? ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും കൺട്രോളിംഗ് ടോർക്ക് ഉണ്ട്, ഡാമ്പിംഗ് ടോർക്ക് ഉണ്ട്. പിന്നുള്ളത് നൺ ഓഫ് ദീസ് ആണ്. ബോത്ത് എ ആൻഡ് ബിയും ഉണ്ട്. സോ ദ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. ഡ്യൂ ടു ഫേസ് എറർ എനർജി മീറ്റർ വിൽ റീഡ്. ഫേസ് എറർ ഉണ്ടാവുകയാണെങ്കിൽ എനർജി മീറ്റർ എന്താണ് റീഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു കാര്യം നോക്കേണ്ടത്, ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണിത്. എനർജി മീറ്ററിൽ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഫേസ് എറർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടേഴ്സ്, എല്ലാ പവർ ഫാക്ടറിലും അതിന് റീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്ന ഒരു ആൻസർ എന്ന് പറയാം. നമുക്കിവിടെ ഇതിനകത്ത് കറക്റ്റായിട്ട് അങ്ങനെ ഒരു ആൻസർ കൊടുത്തിട്ടില്ല. നൺ ഓഫ് ദി എബവ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിയാക്റ്റീവ് പവർ എന്നാണ്. റിയാക്റ്റീവ് പവർ തന്നെ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എക്സാക്ട്ലി അങ്ങനെ ആണെന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് മെയിനായിട്ടുള്ളത് ഫേസ് ആംഗിൾ എറർ വരുമ്പോൾ എനർജി മീറ്ററിന് എല്ലാ പവർ ഫാക്ടറിലും റീഡിങ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒരു ഡ്രോബാക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു റിയാക്റ്റീവ് പവർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്രയും അതൊരു എക്സാക്റ്റ് ആൻസർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എക്സാക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ റിയാക്റ്റീവ് പവർ ആണെന്ന് പറയാം. എന്തായാലും ആക്റ്റീവ് പവർ എന്ന് റീഡ് ചെയ്യാൻ പറ്റില്ല. റിയാക്റ്റീവ് പവർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് ഇൻഡിക്കേറ്റിംഗ്ലി പവർ ഫാക്ടർ, എല്ലാ പവർ ഫാക്ടറിനെയും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, റീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആക്യുറേറ്റ് പവർ ഫാക്ടർ മെഷർമെൻറ്റ് അതിനകത്ത് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എനർജി മീറ്ററിൻ്റെ വാല്യൂസിനും വ്യത്യാസം ഉണ്ടാവും. അത് ആക്യുറേറ്റ് ആയിട്ട് അത് കിട്ടത്തില്ല എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നത്. എനിവേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൻസർ റിയാക്റ്റീവ് പവർ ആണ്. നമുക്ക് അത് തന്നെയാണോ എന്നുള്ളത് ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. Next question, the scale of an ammeter is uniform
and then its type is. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അമ്മീറ്ററിന്റെ യൂണിഫോം സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് അമ്മീറ്റർ ആണ്? ഇറ്റ് ഈസ് PMMC അമ്മീറ്റർ, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ അമ്മീറ്റർ ആണ്. എന്താണ് യൂണിഫോം സ്കെയിൽ എന്ന് പറയാൻ കാരണം അതിന്റെ കൺട്രോൾ ടോർക്ക് എന്ന് പറയുന്നത് TC, കൺട്രോൾ ടോർക്ക് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് KC തീറ്റ എന്നാണ്. കൺട്രോളിംഗ് ടോർക്ക് TC is equal to KC തീറ്റ, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു തീറ്റ ആണെന്ന് പറയാം അല്ലെ. ഈ വാല്യൂ കൺട്രോളിംഗ് ടോർക്ക് പ്രൊപ്പോർഷണൽ ടു തീറ്റ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം യൂണിഫോം ആയിട്ടുള്ളൊരു സ്കെയിലാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പ്രൊപ്പോർഷണൽ ആവണം? ഈ പറയുന്ന കറണ്ട് എന്ന് പറയുന്ന വാല്യൂ ഈ ഡിഫ്ലക്ഷന് പ്രൊപ്പോർഷണൽ ആണ്. അമ്മീറ്ററിൽ കറണ്ടല്ലേ റീഡ് ചെയ്യുന്നത്. സോ I പ്രൊപ്പോർഷണൽ ടു തീറ്റയാണ്. ഓക്കെ, കാരണം എന്താ? അറ്റ് ഇക്വിലിബ്രിയം പൊസിഷനിൽ TC ഈക്വൽ ടു TD ആണ്. അറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ കൺട്രോളിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആണ്. സോ നമുക്ക് പറയാം TC ഈക്വൽ ടു TD ആണെന്നുണ്ടെങ്കിൽ I പ്രൊപ്പോർഷണൽ ടു തീറ്റ ആവും. ഡൗട്ട് ഇല്ലല്ലോ. I തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആവുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? സ്കെയിൽ യൂണിഫോം ആണെന്ന് പറയാം. കാരണം എന്താ? തീറ്റ എന്ന് പറയുമ്പോൾ ആ യൂണിഫോമിറ്റി അനുസരിച്ചാണ് നമ്മുടെ ആംഗിൾ ചേഞ്ച്, ആ പോയിന്ററിന്റെ ആംഗിൾ ചേഞ്ച് ആവുന്നതിനെയാണ് തീറ്റ പറയുക. അത് യൂണിഫോം ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് മാറുന്നതിനനുസരിച്ചാണ് തീറ്റ മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യൂണിഫോമിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഡയലക്ട്രിക് ലോസ്? ഡയലക്ട്രിക് ലോസിനെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രിഡ്ജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സ്വെൽ ബ്രിഡ്ജും ആൻഡേഴ്സൺ ബ്രിഡ്ജും ഇൻഡക്ടൻസ് മെഷർ ചെയ്യുന്ന ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് ഡയലക്ട്രിക് ലോസ് പറ്റത്തില്ല. ഡി സോട്ടെ ബ്രിഡ്ജ് ഉണ്ട്. ഡി സോട്ടെ ബ്രിഡ്ജ് എന്ന് പറയുന്നതും കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്ന ബ്രിഡ്ജാണ് ഡി സോട്ടെ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഷെറിൻസ് ബ്രിഡ്ജ് ഉണ്ട്. ഷെറിൻസ് ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് കപ്പാസിറ്റൻസ് മാത്രമല്ല മെഷർ ചെയ്യാൻ പറ്റുന്നത്, അതിനകത്ത് ഡയലക്ട്രിക് ലോസും മെഷർ ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ ഈസ് ഷെറിൻസ് ബ്രിഡ്ജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in two-wattmeter method of power measurement, one of the wattmeter shows negative reading when the load power factor angle is. ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ടേബിൾ വെച്ചിട്ട് നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് മാത്രമല്ല മുമ്പ് നടന്ന ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിലാണെന്ന് തോന്നുന്നു, ആ എക്സാംസിലും നമുക്ക് ഇതേ സെയിം ഇങ്ങനത്തെ മോഡൽ ആ ടേബിളിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് പവർ ഫാക്ടർ ഇത്രയാണെന്നുണ്ടെങ്കിൽ വാട്ട് മീറ്റർ എന്തായിരിക്കും റീഡ് ചെയ്യുക? 2 watt meter മെത്തേഡിൽ വാട്ട് മീറ്റർ റീഡിംഗ് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ 2 watt മീറ്ററിനും ഈക്വൽ ആയിട്ട് റീഡിംഗ് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ പവർ ഫാക്ടർ എന്താണ്? ഇതിനെക്കുറിച്ച് നമുക്കൊരു ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം പവർ ഫാക്ടർ cos phi 1 ആണെന്നുണ്ടെങ്കിൽ ഫൈ എന്തായിരിക്കും? 0 ഡിഗ്രി ആണ് എന്ന് വെച്ചാൽ അവിടെ കിട്ടുന്ന പവർ ഫാക്ടർ വാട്ട് മീറ്റർ റീഡിംഗ് W1 ഉം W2 ഈക്വൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അതിനനുസരിച്ച് നമ്മൾ മാറി മാറി വരുമ്പോൾ പവർ ഫാക്ടർ 0 ആണെന്നുണ്ടെങ്കിൽ കോസ് ഫൈ 0 ആണെന്നുണ്ടെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു 1 ആണ്. ഫൈ 1 ആണ്. അവിടെ കിട്ടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വാട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് റീഡിങ്ങും മറ്റേ വാട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് റീഡിങ്ങും ആയിരിക്കും. W1 പോസിറ്റീവ് ആയിരിക്കും, W2 നെഗറ്റീവ് റീഡിംഗ് ആയിരിക്കും കാണിക്കും. ഓക്കെ, സോ നമുക്ക് പറയാം 0 ഡിഗ്രി കോസ് ഫൈ 0 ആണെന്നുണ്ടെങ്കിൽ ഫൈ എത്രയാണ്? 90 ഡിഗ്രിയാണ്. എൻ്റെ മിസ്റ്റേക്കാണ്. കോസ് ഫൈ 0 ഡിഗ്രി ആണെങ്കിൽ ഫൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും വരിക. സോ ആ 90 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? W1 പോസിറ്റീവും W2 നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ 90 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ 0 ഡിഗ്രി, 45, 60, ഗ്രേറ്റർ ദാൻ 60. സോ 90 ഡിഗ്രി ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 60 ആയിരിക്കും ഓപ്ഷൻ വരും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറണ്ട് പാസിംഗ് ത്രൂ എ 10 ohm റെസിസ്റ്റൻസ് ഇസ് ഗിവൺ ബൈ I is equal to 4 plus 2 root 2 sin 314t ampere. This current is measured by permanent magnet moving coil meter is. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ തെറ്റിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആകെ നോക്കേണ്ടത് പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ മീറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. PMMC മീറ്റർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്തിനെ മാത്രമേ അത് മെഷർ ചെയ്യുള്ളൂ? DC കറണ്ടിനെ മാത്രമേ മെഷർ ചെയ്യുള്ളൂ. സോ 4 plus 2 root 2 എന്നുള്ളതിൽ 4 മാത്രമേ അവിടെ മെഷർമെൻറ്റ് നടക്കുകയുള്ളൂ. സോ 4 ആംപിയർ ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, voltages V1 equal to 5 sin omega t and V2 is equal to 10 sin omega t are connected to X and Y terminals of a CRO respectively. What is the shape of figure seen on the CRO?
ഇത് നമ്മൾ CRO പഠിക്കുമ്പോഴത്തേക്കും X and Y ടെർമിനൽസിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പെലിസാജിയസ് പാറ്റേൺ ആണ്, എലിപ്റ്റിക്കൽ ആണോ, സർക്കിൾ ആണോ എന്നുള്ളത് നമുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന 5 sin ωt 10 sin ωt ആണ്. പീക്കിന് മാത്രമേ മാക്സിമം വാല്യൂവിന് മാത്രമേ വ്യത്യാസമുള്ളൂ, ഫേസിന് ഡിഫറൻസ് ഒന്നുമില്ല. സോ ഒരു ഫേസ് ഷിഫ്റ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഫേസ് ഷിഫ്റ്റിനനുസരിച്ച് എലിപ്സ് ആവാം, പാരബോള ആവാം, സർക്കിൾ ആവാം, അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരും. ഇവിടെ ഫേസ് ഷിഫ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a digital voltmeter, the oscillator frequency is 500 kHz. The RAM voltage falls from 8 volt to dash volt. അത് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് തന്നിരിക്കുന്ന ആൻസർ തന്നിരിക്കുന്ന 12,500 എന്നാണ് നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിരിക്കുന്നത്. അത് ആക്ച്വലി ആ ആൻസർ വരത്തില്ല. കാരണം എന്താ, നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിലല്ലേ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. സോ 8 volt ടു എത്ര വോൾട്ടിലോട്ടാണ് അത് മാറിയത് എന്നറിഞ്ഞാലേ നമ്പർ ഓഫ് പൾസസ് കൗണ്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ആൻസർ നമുക്ക് നോക്കണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ്. ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് നമുക്ക് ഡയറക്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ്. ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ. 46th question. As per the recommendation of ISI, the number of outlets are permitted in a power circuit. ഒരു പവർ സർക്യൂട്ടിൽ ISI പെർമിറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ് എത്രയാണെന്നാണ്. പവർ സർക്യൂട്ടിൽ നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ് എത്രയായിരിക്കും? 2 points ആണ്. 10 points ആവാൻ നിങ്ങൾ ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ആവും. 10 points അല്ല, നമുക്കിവിടെ 2 points ആണ്. കാരണം അവിടെ പവർ സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ SI യൂണിറ്റ് ഓഫ് ലൂമിനൻസ്. ഇത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാൻഡല പെർ മീറ്റർ സ്ക്വയർ. അതിനകത്തൊന്നും ചെയ്യാനില്ല. അടുത്ത എന്താണ്? എ സോഴ്സ് ഓഫ് ലൈറ്റ് ഓഫ് 1000 candelas is situated 5 meter above a working surface. Calculate the illuminance directly below the source in lux. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇതിനകത്ത് നമുക്കിവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഒന്നുമില്ല. തീറ്റ ഇസ് 0. സോ നമുക്ക് ഇവിടെ നിന്ന് 1000 ആണ് കാൻഡല. 1000 5 meter എബവ് ആണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇല്യൂമിനൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1000 ആണ്. 1000 ഡിവൈഡഡ് ബൈ 5 meter ആണ്. 5 into 5. ഇപ്പം എത്ര വരും? 40. 40 ലക്സ് ആണ് നമ്മുടെ ഇല്യൂമിനൻസ്. 1000 by 25 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A fluorescent tube can be operated on. Fluorescent tube നമുക്ക് both AC-ലും DC-ലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് വയറിംഗ് vulcanized Indian rubber and polyvinyl chloride insulated wires are used as conductors? 50th ക്വസ്റ്റ്യൻ ആണിത്. അതായത് vulcanized ഇന്ത്യൻ റബ്ബറും പോളിവിനൈൽ ക്ലോറൈഡും യൂസ് ചെയ്യുന്നത്, കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് വയറിങ്ങിലാണ്? അപ്പോൾ നമുക്ക് ഇതിനകത്ത് CTS ഉണ്ട്, ക്ലീറ്റ്, ലീഡ് ഷീറ്റ്, കണ്ട്യൂട്ട് വയറിംഗ്. ഇതിനകത്ത് മെയിൻ ആൻസർ വരുന്നത് ക്ലീറ്റ് വയറിംഗ് ആണ്. എന്താണ്? ക്ലീറ്റ് വയറിംഗ് ആണ്. നമുക്ക് നിങ്ങൾക്കിപ്പം ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് വരുന്ന ചിലപ്പോൾ ആൻസർ CTS-ലും കേസ് വയറിങ്ങിലും ഒക്കെ ഇത് യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എക്സാക്ട് ആൻസർ നമ്മൾ ക്ലീറ്റ് വയറിംഗ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതല്ല അതിൻ്റെ കറക്റ്റ് ആൻസർ. ക്ലീറ്റ് വയറിംഗ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ.